പവിത്രം വന്നതുകൊണ്ട് സുഹാസിനിയെ പറ്റിയിട്ട് നല്ല വിശദമായിട്ട് അറിയാൻ പറ്റി. സുഹാസിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. അത് ഇച്ചായന്റെ വേർഷൻ, ഇത് സത്യസന്ധമായ വേർഷൻ. ഇച്ചായൻ പറഞ്ഞതുപോലെ അത്ര മര്യാദക്കാരിയൊന്നും അല്ല ഈ സുഹാസിനി. ആളുകളെ സോപ്പിടുന്ന ബിസിനസ് ഒക്കെയാ കയ്യിലുള്ളത്. ബിസിനസ് ആകുമ്പോ ആൾക്കാരെ സോപ്പിടേണ്ടിയൊക്കെ വരും. ആണാ? ആണുങ്ങളോട് കൊഞ്ചലും കുഴലും കാണിക്കുന്നതാണ് ബിസിനസ്. ഇച്ചായൻ അവളെ പറ്റി പുകഴ്ത്തിയപ്പോഴേ ഞാൻ കരുതി എന്തോ ഉണ്ടെന്ന്. എന്തോ ആടി ആലിസേ, എന്തെങ്കിലും അങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ അവളോട് ഓഫീസിൽ വരാൻ പറഞ്ഞേനെ, എന്നിട്ട് അവിടെ നിന്ന് പോളിസി സൈൻ ചെയ്ത് വിട്ടേനെ. ഇതിപ്പോ എന്തിനാ വീട്ടിൽ വരാൻ പറഞ്ഞത്? നിന്നെ പരിചയപ്പെടുത്താൻ നീയും കൂടെ അറിഞ്ഞിരിക്കണ്ടേ? ആണുങ്ങൾ ഇങ്ങനെ പല നമ്പർ വർക്ക് വെച്ചായ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടായി കഴിഞ്ഞാ പിന്നെ അവർക്ക് എന്ത് വേണേലും കാണിക്കാലോ. എന്ത് കാണിക്കാൻ? മനുഷ്യന്റെ മനസ്സല്ലേ, ഒരു നിമിഷം മതി പാളി പോവാൻ. എന്റെ പൊന്നെ ആലിസേ, നീ പള്ളിയിൽ പോയി ശരിക്കും പ്രാർത്ഥിക്കും നിന്റെ മനസ്സ് പാളാതിരിക്കാൻ. അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്തായാലും അവളെ ഞാൻ നോട്ട് വിട്ട് കഴിഞ്ഞായ ഇനി എന്റെ ഓരോ ചിന്തയിലും അവളുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാ എന്റെ സ്വഭാവം മാറുവേ. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. മെന്റലി തന്നെ അവിടെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ സുഹാസിനി. സുഹാസിനി 12 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു സാർ, അത് ക്യാൻസലായി. അപ്പോൾ നേരത്തെ ഇങ്ങ് പോരാന്ന് കരുതി. എന്തായാലും അവളെ ഞാൻ നോട്ട് വിട്ട് കഴിഞ്ഞായ ഇനി എന്റെ ഓരോ ചിന്തയിലും അവളുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാ എന്റെ സ്വഭാവം മാറുവേ. അത് ഇപ്പൊ ശരിയാവത്തില്ല. ഇപ്പൊ ഞാൻ ഇച്ചിരി തിരക്കില്ല. സുഹാസിനി പോയിട്ട് 12 മണിക്ക് വാ. അങ്ങനെ പറയല്ലോ ഡോക്ടറെ, പോയിട്ട് 12 മണിക്കാണ് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഒരു 15 മിനിറ്റ് തന്നാൽ മതി, ഞാൻ പെട്ടെന്ന് തീർത്തിട്ട് പൊക്കോളാം. അല്ല, അതിന്റെ പ്രശ്നം എന്താ? ഞാൻ വൈഫ് ഇവിടെ ഇല്ല, വൈഫ് പള്ളിയിൽ പോയിരിക്കാം. അവള് 12 മണിക്ക് വരുള്ളൂ. അവള് വന്നിട്ട് വേണം തീരുമാനിക്കാൻ ഈ പ്ലാൻ വേണോ വേണ്ടേ എന്നുള്ളതേ. അത് ഞാൻ വെയിറ്റ് ചെയ്തോളാം. അയ്യോ, വെയിറ്റിംഗ് ഒട്ടും ശരിയാവില്ല. ഈ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സാർ, ഞാൻ പെട്ടെന്ന് പൊക്കോളാം. പെട്ടെന്ന് പറയുമ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് പറ്റുമോ? മതി. 10 മിനിറ്റ് കൂടുതൽ ഒറ്റ സമയം എടുക്കരുത്. ഇല്ല സാർ. ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? സാർ ഇച്ചിരി എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് സ്ഥലം കിട്ടിയാ ഇരിക്കാന്. അങ്ങനെയാണെങ്കിൽ ഇരിക്കാൻ സ്ഥലം തരാം, പക്ഷെ 10 മിനിറ്റ് അതിൽ കൂടുതൽ ഒരു സെക്കൻഡ് പോലും എടുക്കരുത്. ഇല്ല ഡോക്ടറെ. എന്നാ സോറി കേട്ടോ, വൈഫ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ചായ കിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല സാർ, ഒരു പോളിസി എടുത്താൽ മതി. പോളിസി എടുക്കാം. ആലിസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യായിരുന്നു. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? സാർ ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ. ഒരാണുങ്ങൾ ഭാര്യമാരോട് ഒന്നും ഷെയർ ചെയ്യുന്നു പോലുമില്ല. സാറ് നേരെ തിരിച്ച. അത് അങ്ങനെയാണല്ലോ വേണ്ടത് കുടുംബജീവിതത്തില്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇരിക്കും. എന്നാലും സാറിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. എന്നാൽ നമുക്ക് ഡോക്യുമെന്റ് നോക്കാം. നോക്കാം. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ. ഇത് ഞാൻ ഒന്നും എടുത്തോട്ടെ. ഓക്കെ സാർ. പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി. പേപ്പേഴ്സ് റെഡി. സദാശിവൻ ചേട്ടാ, ഇല്ലില്ല, ഞാൻ നാളെ ഹോസ്പിറ്റലിൽ വരും, അപ്പം നോക്കാം. അത് മതി. ശരി. അയ്യോ, ആലിസ്, സുഹാസിനി. ദൈവത്തെ ഓർത്ത് അവളുടെ കണ്ണി ചെന്ന് പെട്ടേക്കരുത്. എവിടെയെങ്കിലും പോയി ഒളിച്ചു പോ. എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണേ. അയ്യോ ആലിസ്, എന്ത്? നീ വന്നോ? പിന്നെ വരണ്ടേ? പിന്നെ വരണം. അതെ, നീ എന്താ നേരത്തെ വന്നേ? നേരത്തെയാ? അല്ല, അത് നിന്നെ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ നിൽക്കുവായിരുന്നേ. നിന്നെ കാണാതെ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ നേരത്തെ അല്ലല്ലോ ഇറങ്ങിയത്. പിന്നെ
കറക്റ്റ് സമയത്ത് ഇറങ്ങിയത്? അയ്യോ അതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്ത്? അല്ല നീ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയതല്ലേ? അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കുർബാന കഴിയുന്നത് വരെ ഇരിക്കണം, എന്നാലേ അതിന്റെ ഗുണം കിട്ടുള്ളൂ. ഞാൻ കുർബാന കഴിഞ്ഞിട്ടാ വന്നത്. അല്ലെ നീ നേരത്തെ വന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്താ പറ്റി? നീ നേരത്തെ വന്നില്ലായിരുന്നു. പിന്നെ പള്ളിയിൽ എല്ലാവർക്കും സുഖമാണോ? ആ, എല്ലാവർക്കും സുഖമാണ്. അവിടെ എല്ലാരും വന്നായിരുന്നോ? എന്ത് നീ ഒന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറ. വെയിലത്ത് നടന്നു വന്നിട്ട് എനിക്ക് തളരുന്ന, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ആ, വെള്ളം കുടിക്കട്ടെ. അവിടെ വെള്ളമൊന്നും ഇല്ല, ഇവിടെ ഭയങ്കര കാറ്റ്. നമുക്ക് ഈ കാറ്റ് കൊണ്ട് നിൽക്കാം. നല്ല രസമുണ്ടല്ലേ കാറ്റ് കൊണ്ടിരിക്കാൻ. എന്ത് പറ്റി? അങ്ങോട്ട് എന്തുവാ? അയ്യോ, ഭയങ്കര ചൂടല്ലേ? എന്തൊരു ചൂടാന്ന് അറിയാ? കരുവാളിച്ചു പോയി എന്റെ പൊന്നോ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാ ഞായറാഴ്ചയും മര്യാദക്ക് എന്നോട് ഇനി പള്ളി വന്നോണം. ഇനി ഒരു ഞായറാഴ്ച ഞാൻ ഇനി കാറിലല്ലാതെ പള്ളി പോകുന്ന പ്രശ്നമില്ല. ഇനി കാറിൽ പള്ളി പോയാൽ മതി. നീ പോയി വെള്ളം കുടിക്കും. കാണിക്കും. എന്നിട്ട് എല്ലാ ഞായറാഴ്ച ഞാൻ പറയും തനിയെ പോയിക്കോ. ഞാൻ പറയത്തില്ല. ഇനി എന്തായാലും ഈ വാക്കാണ് നിന്നെ ഞാൻ പള്ളിയെ കൊണ്ടുവരുന്ന. നീ പോയി വെള്ളം. ഇനി ഞായറാഴ്ച ഫയലും പൊക്കിക്കൊണ്ട് എങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ല. നീ വെള്ളം കുടിക്കും. എന്തോന്നത് വെള്ളം കുടി. എനിക്കിപ്പോ വെള്ളം വേണ്ട. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ട് ആകെ വിയർത്ത് കുളിച്ചിരിക്കുക. നീ നല്ല ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. നീ വെള്ളം കുടിച്ചതിന് ശേഷം ഡ്രസ് മാറിയാൽ മതി. ഇല്ലെങ്കിലേ നീ സ്റ്റെപ്സ് കയറുമ്പോ നീ ക്ഷീണിച്ച് തലയിറങ്ങി വീണ. നീ ഒന്ന് പോയേ, വെള്ളം കുടി. ഇറങ്ങി ഓടിയാലോ ദൈവമേ. ഇറങ്ങി വാടി ഇങ്ങോട്ട് വരെ വാ. ആഹാ, ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞോട്ടെ തന്നെ ബാക്കി കാര്യം. അതെ, ഞാൻ ഇവിടുന്ന് 1 മണിക്കൂർ മാറി നിന്നപ്പം ഇതായിരുന്നല്ലേ ഇവിടെ പരിപാടി. മിണ്ടരുത്. ആരാ ഇവള്? വേഷം കിട്ടി ഇറക്കരുത്. ആരാടി നീ? സുഹാസിനി. ഓഹോ, നീയാണ് ആ അപ്സരസ്. പവിത്രൻ രാവിലെ തന്നെ നിന്റെ സ്വഭാവത്തിനെ പറ്റിയിട്ടൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു, നീ മഹാമോശമാണെന്ന്. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളപ്പോഴേ നീ വരൂന്ന് കരുതിയത് കൊണ്ടാ നിന്നെ ഞാൻ സംശയിക്കാഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നപ്പോ നിങ്ങൾ ഇവളെ വിളിച്ച് വീട്ടിൽ കയറ്റിയല്ലേ? ഞാൻ വിളിച്ചു കയറ്റിയതല്ല, സ്വയം വന്നതാ. ഓഹോ, അപ്പൊ വിളിക്കാതെ വരും. എത്ര നാളെ ഇടപാട് തുടങ്ങിയിട്ട്? അങ്ങനെയൊന്നും അല്ല. രാവിലെ തന്നെ നിങ്ങൾ ഇവളെ പറ്റി പുകഴ്ത്തി പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളെ വിശ്വസിക്കരുതായിരുന്നു. എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ ചതി ചെയ്തല്ലോ. മിണ്ടരുത്. നിങ്ങൾ നോക്കോ, ഞാൻ ഇവിടെ ഇല്ലേ കെട്ടി തൂങ്ങി ചാവും. സത്യമായിട്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ചാവുന്നത്? ഞാൻ ചാവത്തില്ല. നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ, ഈ നാട് മൊത്തം ഞാൻ വിളിച്ചു പോകും. എന്നിട്ട് നിങ്ങളുടെ ഈ മാന്യതയുടെ മുഖംമൂടി ഉണ്ടല്ലോ ഞാൻ വലിച്ചു കീഴും. ഇച്ചായ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. സത്യമായിട്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ഒരു കാര്യം നേരിട്ട് കണ്ടുകൊണ്ട് വന്ന് എന്നോടാണ് ഈ ചായ പറയുന്നത്. ഇച്ചാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. സത്യമായിട്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ഒരു കാര്യം നേരിട്ട് കണ്ടുകൊണ്ട് വന്ന് എന്നോടാണ് ഈ ചായ പറയുന്നത്. ഇച്ചാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? കഴിഞ്ഞ ആഴ്ച ഈ ചയൻ ടെറസിലേക്കുള്ള വാതിൽ തുറന്നിട്ട് ഇട്ടില്ലേ? എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ആ കള്ളിപ്പൂച്ച നമ്മുടെ ബെഡ്റൂമിൽ കയറിയിട്ട് എന്റെ എത്ര വിലയുള്ള ചുടിദാറാന്നറിയോ മാന്തി കീറിയത്? മിനിഞ്ഞാന്ന് ഇത് തന്നെ ഇച്ചായൻ ആവർത്തിച്ച് ആ പൂച്ച കയറി മേശപ്പുറത്തിരുന്ന 600 രൂപ വിലയുള്ള നമ്മുടെ സ്പ്രേ ആണ് താഴിട്ട് പൊട്ടിച്ചത്. പിന്നെ ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ഇപ്പോഴും ടെറസിലെ വാതിൽ തുറന്നിട്ടേക്കുന്നു. ഇച്ചായൻ എന്താ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഭാഗ്യത്തിന് പൂച്ച വന്നില്ല. ഇച്ചാൻ എന്തെങ്കിലും നോക്കുന്നത്? ആര്? പൂച്ച. ആഹാ, ഇപ്പൊ പൂച്ച കയറാത്താണോ കുഴപ്പം? ഇച്ചായൻ പൂച്ചയുടെ ആളാണോ അത് എന്റെ ആളാണോ? ഇത് എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്ര എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമായത്. അവളിതോടെ പോയി. പാരപ്പറ്റിലൂടെ ഇറങ്ങി പൈപ്പ് ലൈൻ വഴി ഊന്നിറങ്ങിയതാ താഴെ. അവ ഡാൻസിങ് കരാട്ടെ മാത്രമല്ലല്ലേ, മതിലായിട്ടും അറിയാല്ലേ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? ഡോക്ടർ സാർക്ക് ഭാര്യ നല്ല പേടിയാണല്ലേ? പേടിയൊന്നുമില്ല. എന്നാ നമ്മുടെ കുടുംബജീവിതം സമാധാനമായിട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടേ? നീ വന്നേ, ഒരാളെ പരിചയപ്പെടുത്തി തരാം. അതെ,
ആലിസ് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഞാൻ ഇടപെടുവേ. അപ്പൊ അതിനനുസരിച്ചൊന്ന് നിന്നേക്കണം പ്ലീസ്. ഉം. ആലിസ്, ആലിസേ, സുഹാസിനി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ ആ, സുഹാസിനിയുടെ വീട് എവിടെയാ? ഗവൺമെന്റ് സ്കൂളിന് അടുത്താ. ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്താണ് കേട്ടോ വീട്. സുഹാസിനിയോട് 12 മണിക്കല്ലേ വരാൻ പറഞ്ഞത്? ഇതിപ്പോ 11:30 ആയുള്ളൂ. എന്താ നേരത്തെ വന്നത്? ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, അത് പ്രതീക്ഷിച്ചതിൽ നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ടാ ഇങ്ങ് പോന്നെ. ആ, എങ്ങനെ വന്ന്? പൈപ്പ് വഴി. പൈപ്പ് ലൈൻ റോഡ് വഴി. പൈപ്പ് ലൈൻ റോഡ് വഴിയല്ലേ വന്നത്? പൈപ്പ് ലൈൻ റോഡാകുമ്പോ എളുപ്പമാണല്ലോ വരാൻ. ഓ ഷോർട്ട് കട്ട്. കുറച്ച് ബുദ്ധിമുട്ടി, അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. വേറെ നിവർത്തി ഇല്ലാത്തോണ്ട് അതുവഴി വന്നതാ. അയ്യോ, സുഹാസിനെ പറ്റി ടീച്ചർ എന്തൊക്കെയാന്നറിയാ പറഞ്ഞത്? ഡാൻസ് പഠിപ്പിക്കും, കരാട്ടെ പഠിപ്പിക്കും, ബ്യൂട്ടി പാർലർ ഉണ്ട്. ഹോ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യണമെങ്കിൽ സുഹാസിനിക്ക് എന്തൊരു കഴിവായിരിക്കുമല്ലേ? നല്ല കഴിവുണ്ട്, അതല്ലേ ഇപ്പൊ ഇവിടെ വന്നിക്കണേ. ദേ, സത്യം പറഞ്ഞ ഈ ഇൻഷുറൻസിനോടൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടാ. പിന്നെ ഇച്ചായന്റെ നിർബന്ധം കാരണമാണ് ഒരെണ്ണം എടുക്കാൻ പോകുന്നത്. ഡോക്ടർക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒന്നും ആവശ്യമാ അല്ലേ ഡോക്ടറെ? സുഹാസിനി വാ.